ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ആഫ്റ്റർ എ ലോങ് ടൈം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു പെയിൻ പോയിൻറ്റിനെ കുറിച്ചാണ്. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൺസൾട്ട് ചെയ്തൊരു ക്ലയൻറ്റാണ്. ടൈൽസ്, സാനിറ്ററി, ഹാർഡ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ ആൾ എന്നോടൊരു പെയിൻ പോയിൻറ്റ് പറഞ്ഞു. അതായത് നമ്മളന്ന് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്നു, വെബ്സൈറ്റ് SEO എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ അത് തന്നെയായിരുന്നു പുള്ളിയുടെ റവന്യൂവിൻ്റെ ലീഡിൻ്റെ മേജറായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് നാളായിട്ട് ആ ബിസിനസ് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അതായത് വെബ്സൈറ്റോ അല്ലെങ്കിൽ SEO ചെയ്തതുകൊണ്ട് പണ്ട് കിട്ടിയിരുന്നതിനേക്കാൾ ഒരു 40% ലീഡ് കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ സംസാര വിഷയം. കാരണം പണ്ടെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുന്നു, ഏതെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിലുള്ള പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുന്നു, അതിൽ പലതരത്തിലുള്ള ഫസ്റ്റ് വരുന്ന ഒരു 4-5 വെൻഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു വെൻഡറിനെ ഫൈനലൈസ് ചെയ്യുന്നു. ആ വെൻഡർ നമ്മളായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ 4 പേരിൽ ഒരാൾ നമ്മളായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. ഇന്നത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും നമ്മളുടെ ഫോട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ഫേസിന് പറ്റുന്ന ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ AI ഏൽപ്പിക്കുന്ന കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ ഒരു ടൈൽസ് ആയിക്കോട്ടെ, ഒരു റൂം ആയിക്കോട്ടെ, റൂമിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ കൃത്യമായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് ഏത് കളർ ടോൺ പെയിൻ്റ് അടിക്കണം എന്ന് വരെ AI സജസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മൾ പഴയ ഒരു SEOയുടെയോ അല്ലെങ്കിൽ ഗൂഗിൾ ഒപ്റ്റിമൈസേഷൻ്റെയോ പുറകെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പണ്ടുള്ള റിസൾട്ടിനേക്കാൾ കുറവായിരിക്കും. ഇനി നിങ്ങൾ ഗൂഗിൾ ഒപ്റ്റിമൈസേഷനോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനോ മാത്രം ഫോളോ ചെയ്യാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസേഷൻ ഫോളോ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നല്ല ബിസിനസ്സുകൾ ഉണ്ടാവുക. പണ്ട് ആളുകളെയാണ് കൺവിൻസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വ്യക്തമായി കൺവിൻസ് ചെയ്താൽ മാത്രമായിരിക്കും ഇനി ലീഡുകൾ ഉണ്ടാവുക. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസേഷൻ, എങ്ങനെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സ്കിമ മാർക്കപ്പ് എന്ന് പറഞ്ഞ മെത്തഡോളജിയാണ്. അതായത് ആദ്യം തന്നെ AIക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവണം, പ്രൈസിങ് ഉണ്ടാവണം. ഇതെല്ലാം പബ്ലിക് ആയിട്ടുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോംസിലോ ലിസ്റ്റഡ് ആയിരിക്കണം. അത് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. രണ്ടാമത്തത് കോൺവെർസേഷണൽ FAQs ആണ്. അതായത് AI കൃത്യമായി ചോദിക്കാൻ സാധ്യതയുള്ള, സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൃത്യമായ പെയിൻ പോയിന്റുകൾ അഡ്രസ്സ് ചെയ്യുന്ന ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കൃത്യമായി വിസിബിൾ ആയിരിക്കണം. AI സെർച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ തീർക്കുന്ന ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യനുള്ള വ്യക്തമായി നിങ്ങളുടെ മറുപടികളും കൃത്യമായ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലോ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമിലോ എല്ലാം കൃത്യമായി ലിസ്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തഡോളജി. മൂന്നാമത്തെ ട്രസ്റ്റ് സിഗ്നൽസ് ആണ്. ഉറപ്പായിട്ടും AIക്ക് നല്ല ബ്രില്യൻസ് ഉണ്ട്. നമ്മളുടെ വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഇട്ടേക്കുന്ന ഡാറ്റ നമ്മളുടെ തന്നെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആണെന്ന് ഉറപ്പായിട്ടും AI അനലൈസ് ചെയ്യും. ഇതിന് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ റിവ്യൂസും വീഡിയോസും ടെസ്റ്റിമോണിയൽ വീഡിയോസുമാണ്. അതായത് നമ്മളെക്കുറിച്ച് ആളുകൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, പല പ്ലാറ്റ്ഫോമുകളിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, നമ്മളെക്കുറിച്ച് കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിമോണിയൽ വീഡിയോസ് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്. അതായത് നമ്മൾ പറയുന്ന നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ അല്ലാതെ ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്നുള്ളതും AI അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനലൈസ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയാസിൽ ഒന്നാണ്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ SEO ഉപേക്ഷിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് SEOയ്ക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസ് ചെയ്യുകയും അതിന് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യുകയും ഒരുപാട് പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് നമ്മളുടെ ഓതൻറ്റിസിറ്റി ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പഴയതുപോലെ ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസോ ചെയ്തതുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഗൂഗിളിൽ ഫസ്റ്റ് കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. സോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമോ SEO മാത്രമോ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അത് ഗൂഗിൾ ഒപ്റ്റിമൈസേഷനും സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും ഒരേ സമയം നടക്കുകയും നമ്മളുടെ ഓതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്ന ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസും റിവ്യൂസും കൃത്യമായി വരികയും ചെയ്താൽ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കൃത്യമായ നല്ലൊരു വെൻഡറായിട്ട് അനലൈസ് ചെയ്യുകയുള്ളൂ. ഫ്രണ്ട്സ്, മാറ്റം നല്ലതാണ്. കാരണം പഴയതുപോലെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നല്ലതാണോ, കാണാൻ ഭംഗിയുള്ളതാണോ എന്നുള്ളതല്ല. വെബ്സൈറ്റ് AI റെഡിയാണോ, AIക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ എന്നുള്ളതിലാണ് കാര്യം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ആണോ അല്ലെങ്കിൽ ഗൂഗിൾ റാങ്കിങ്ങിൽ ഒന്നാമതാണോ എന്നുള്ളതിലല്ല കാര്യം.
റെക്കമെൻഡബിൾ ആണോ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പ്ലാറ്റ്ഫോം എന്നുള്ളതിലാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ, ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.